ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തായാലും എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് 2 സവാള കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 കഷ്ണം തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്താണ് അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക്. നന്നായിട്ട് തന്നെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും മസാലയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. സ്നാക്സിലേക്ക് വേണ്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ ഞാനിവിടെ 2 മുട്ട പുഴുങ്ങിയിട്ട് ഒരു മുട്ട 4 കഷ്ണാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ബണ്ണാണ്, അതുകൂടി എടുത്തു വെക്കാം. ഇനി ഒരു ബണ്ണെടുത്ത് ഇതിൻ്റെ നടുവിൽ ചതുരാകൃതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഈ കട്ട് ചെയ്ത ഈ ഭാഗത്താണ് നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇട്ട് കൊടുക്കാം. മുട്ട വെച്ച് കൊടുക്കാം. പിന്നെയും ഫില്ലിങ് ഇട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബണ്ണ് കൂടി ഇതിൽ വെച്ചിട്ട് മാറ്റി വെക്കാം. ബാക്കി എല്ലാം തന്നെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. നടുവിൽ കട്ട് ചെയ്യുക, അതിൻ്റെ ഉള്ളിലേക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും കഴിയും, മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. അങ്ങനെ ഇപ്പോൾ എല്ലാം തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബണ്ണും ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് തന്നെ മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം. ബാക്കിയെല്ലാം തന്നെ നമുക്കിതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.